ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ബീഫ് കറിയുടെ വീഡിയോ ആണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ബീഫ് കറിയുടെ വീഡിയോ. അപ്പോൾ അതിന് കുഞ്ഞുള്ളിയും സവാളയും എല്ലാം പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയും ചതയ്ക്കാനുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. ചതച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് അരഞ്ഞു പോയില്ല. പിന്നെ അതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കറിവേപ്പിലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ട പൊടികളൊക്കെ എടുത്ത്, മുളക് പൊടി, സാദാ മുളക് പൊടി 2 സ്പൂണും എടുത്ത്, പിന്നെ പിരിയ മുളക് പൊടി 1 സ്പൂണും എടുത്ത്. മല്ലിപ്പൊടി ഈ കടയിൽ നിന്ന് വാങ്ങിച്ചതായതുകൊണ്ട് ഞാൻ 1 സ്പൂണേ ഇട്ടുള്ളൂ, കാരണം അതിന് നല്ല കട്ടിയാണ്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു, മസാലപ്പൊടി ഇട്ടു, ബീഫ് മസാല ഇട്ടു. ചെറു തീയിൽ സിമ്മിലിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. വഴറ്റി കൊടുക്കുന്നുണ്ട്. പൊടിച്ച മസാലക്കൂട്ടാണ് ഞാൻ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. അപ്പോൾ ഇതിന് വേണ്ടി പ്രത്യേകം ഉള്ളിയും വേറെ സംഭവങ്ങളൊന്നും ഒത്തിരിയൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. സിമ്പിൾ വേയിലുള്ളൊരു ബീഫ് കറിയാണ്. അപ്പം ബീഫെല്ലാം കഴുകി വൃത്തിയാക്കി അത് കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയിൽ നിന്ന് കുറച്ച് സവാള ബീഫിലോട്ട് നമ്മൾ ഇട്ട് കൊടുത്തു. ബാക്കി സവാള, അത്രയും സവാള നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി അതിനകത്തിലോട്ട് കുഞ്ഞുള്ളി അരിഞ്ഞ് വെച്ചേക്കുന്നത്, അരിഞ്ഞിട്ടില്ല, പൊളിച്ച് വെച്ചേക്കുന്നില്ല, അത് അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. അത് കിടന്നങ്ങ് ഇതായിക്കോളും. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഇനി കറിവേപ്പില ഇടാനുള്ള കറിവേപ്പില സാധാരണ എല്ലാവരും പറയും കുക്കറിനകത്ത് ഇടരുതെന്ന് പറയും. അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇട്ടുള്ളൂ, ഒരു തണ്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. കുക്കർ പൊട്ടിത്തെറിക്കുമെന്നൊക്കെ പറയുന്ന കറിവേപ്പില കുക്കറിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മൂപ്പിച്ച് വെച്ച പൊടികളെല്ലാം അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി കരിഞ്ഞു പോകാതെ നോക്കണം. പിന്നെ അതിലോട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുത്തു. ഇനി ഇതിലോട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചേ ഇടുന്നുള്ളൂ, കാരണം പച്ചമുളക് വരെ 3 എടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് കുരുമുളക് പൊടിയും ചേർക്കുക. പിന്നെ മുളക് പൊടി അത്രയും ചേർത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് അത് വേവണം. പിന്നെ അത് നല്ലപോലെ ഞെരടി എടുക്കുന്നതിലാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നത്. ശരിക്കും നല്ലപോലെ ആ മാംസത്തിലെല്ലാ പൊടികളും എല്ലാം പിടിക്കുന്ന രീതിയിൽ ഞെരടി എടുക്കണം നമ്മൾ. ഇങ്ങനെ ഞെരടി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലോട്ട് വെളിച്ചെണ്ണ ചേർക്കണമായിരുന്നു. ഞാൻ അതിൻ്റെ കാര്യം വിട്ടുപോയി. പിന്നെ ഇപ്പോഴാണ് ഞാൻ ഓർത്ത് കഴിഞ്ഞപ്പോൾ അത് ചേർത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്തിട്ട് ഇളക്കുമ്പോഴാണ് നല്ല സ്മെല്ല് വരുന്നത് നമുക്ക്. അതിന് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തു. പിന്നെ ഇനി കുക്കറിനകത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. കുക്കറിന് വിസിൽ വെച്ചു. അപ്പം ആദ്യത്തെ വിസിൽ വരുന്നിട വരെ കൂട്ടിയിടണം. ഫസ്റ്റ് വിസിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ സിമ്പിളാക്കിയിട്ട് വേവിച്ചെടുക്കണം. 6-7 വിസിൽ വേവിച്ചു. അപ്പോൾ അങ്ങനെ ബീഫ് എല്ലാം വെന്തിട്ടുണ്ട് നല്ല രീതിയിൽ. ഇപ്പോൾ ഒരു കറക്റ്റ് ഒരു ബീഫ് കറിയുടെ ഒരു രീതിയിലുണ്ട്. കടുക് വറുത്തിട്ടില്ലേ. പിന്നെ ഇനി കടുക് വറക്കാനുള്ള കാര്യങ്ങൾ, ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ തന്നെയാണ്, കുറച്ചേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ, കാരണം അതിന് നല്ല നെയ്യുണ്ട് അതുകൊണ്ട്. പിന്നെ കടുക് ഇട്ടു, തേങ്ങാക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്തു. അതൊന്ന് മൂത്ത് വരുന്നപ്പം നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള ആ സവാള ഉണ്ടല്ലോ, അരിഞ്ഞ് മാറ്റി വെച്ചിരുന്നത്, അതന്നേരം ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുത്ത് പിന്നെ അതിൻ്റെ കൂടെ ഒരു നുള്ളി ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കാണിക്കാൻ അത് മറന്നു പോയതാണ്. അതൊന്ന് വഴണ്ടി വരാൻ വേണ്ടി കുറച്ച് ഉപ്പ്, അതിനെ നോക്കിയിട്ട് അനുസരിച്ചിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തു. പിന്നെ ഇതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഈ തണ്ടോടുകൂടി ഇട്ട് കൊടുത്തു ഞാൻ. അത് കഴിഞ്ഞ് വെന്തിരുന്ന ബീഫിനെയും കൂടെ ഞാൻ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല നെയ്യൊക്കെയുള്ള ബീഫ് ആയതുകൊണ്ട് എണ്ണ ഞാൻ കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളൂ, വലിയ എണ്ണയൊന്നുമില്ല. അപ്പോൾ ഞാൻ അത് ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ഒരു 2-3 തിളയ്ക്കണം. അത് ആ മസാല എല്ലാം അതിനകത്തിലൊന്നും ഇതാകണമെങ്കിൽ അടച്ച് ഞാൻ വെച്ചിട്ടൊന്ന് വേവിച്ച് കുറച്ച് പകുതി വെന്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ അതിലോട്ട് മുമ്പ് ഇട്ട് കൊടുത്ത തന്നെ ഗരം മസാലപ്പൊടിയുണ്ട്, അത് ഞാൻ ഇട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.